ഏതായാലും ഇന്ന് പൊതുപരിപാടികളില്ല. കൂടുതലായും ഈ സന്ദർശനങ്ങൾക്ക് തന്നെയാണ് ഉണ്ടാകുക എന്നാണ് നമുക്കിപ്പോൾ ഇതുവരെയും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ രാഹുലിൻ്റെ വാഹനം സഞ്ചരിക്കുന്ന ഒരു ദിശ നമുക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ മണ്ണാർക്കാട്ടയ്ക്കാകാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അവിടെ അദ്ദേഹത്തിന് ഒരു സ്വകാര്യ സന്ദർശനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് കോൺഗ്രസ് നേതാവും മുൻ KPCC സെക്രട്ടറിയുമായ പനയാരം പിള്ളിയിൽ PJ പൗലോസ് എന്ന് പറയുന്ന ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് ഇന്ന് മരിച്ചിരുന്നു. അദ്ദേഹത്തെ ഒരുപക്ഷെ കാണാനോ മറ്റോ മണ്ണാർക്കാട്ടയ്ക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോഴുള്ള വാഹനം പോകുന്ന ദിശ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ മണ്ണാർക്കാട്ടയ്ക്ക് ആകാനുള്ള സാധ്യതയുണ്ട്. അതല്ല ഇനി ഒലവക്കോട് വെച്ച് തിരിഞ്ഞ് വീണ്ടും ഓഫീസിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ഒരുപക്ഷെ മാധ്യമങ്ങൾ പിന്നാലെ വരുമ്പോൾ അദ്ദേഹം ഒരുപക്ഷെ ഒന്ന് കറക്കി പോകാമെന്ന് കരുതി അങ്ങനെ ആ രീതിയിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഒരുപക്ഷെ മണ്ണാർക്കാട്ടയ്ക്ക് തന്നെയാണ് അദ്ദേഹം പോകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ പോകുന്ന വാഹനത്തിന്റെ ദിശ വെച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മണ്ണാർക്കാട് ഭാഗത്തേക്ക് അദ്ദേഹം പോകാനാണ് സാധ്യത നിലനിൽക്കുന്നത്. പിന്നീട് നമുക്കറിയാവുന്ന ഒരു പ്രധാന പരിപാടി അദ്ദേഹത്തിന്റെ ഈ മണ്ണാർക്കാട്ടെ ഈ പരിപാടിയാണ്. അവിടേക്ക് പോകാൻ സാധ്യതയുണ്ട്. മറ്റു പൊതുപരിപാടികളൊന്നും തന്നെ ഇന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. സ്വകാര്യ സന്ദർശനങ്ങൾ ആണുള്ളത്. ഇപ്പോൾ ഇന്ന് വന്ന് അദ്ദേഹം പോയ സ്ഥലങ്ങളെല്ലാം തന്നെ സ്വകാര്യ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ്. അതായത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന സേവിയറിന്റെ സഹോദരൻ മരിച്ചിരുന്നു. അവരെ കാണാനാണ്, ആ വീട്ടിലേക്കാണ് ഇന്ന് രാഹുൽ ഇവിടെ എത്തിയതിനു ശേഷം ആദ്യം പോയത്. അതിനുശേഷം ഇത്തരത്തിലുള്ള പരിപാടികളിലേക്ക് രാഹുൽ പോകും എന്നുള്ളതാണ് നമുക്ക് സൂചന ലഭിക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ള ഏതെങ്കിലും പൊതുപരിപാടികളൊന്നും തന്നെ ഇന്ന് രാഹുലിന് ഉള്ളതായി നമുക്കറിയില്ല. അല്ലെങ്കിൽ അത് സംബന്ധിച്ച കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടുമില്ല. ഏതായാലും ഇപ്പോൾ നിലവിൽ രാഹുലിന്റെ വാഹനം പോകുന്ന ദിശ വെച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ മണ്ണാർക്കാട് ഭാഗത്തേക്ക് ആകാൻ സാധ്യതയുണ്ട്. നമ്മൾ ആ വാഹനത്തിന്റെ പിന്നാലെ തന്നെ പോവുകയാണ്. പോകുന്നത് എങ്ങോട്ടാണ് അറിയുന്നത്. രാഹുൽ എത്തുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ രാഹുലിന്റെ വീട്ടിലെത്തി അവിടുത്തെ മണ്ഡലം നേതാക്കളൊക്കെ കാണുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. MLA എന്ന നിലയ്ക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നതാണ് എന്നാണ് അവർ പറഞ്ഞത്. കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളാണ്. എങ്ങനെ കോൺഗ്രസ് പ്രവർത്തകർ ഇദ്ദേഹത്തിനൊപ്പം നിൽക്കുമെന്ന ഒരു ആശയക്കുഴപ്പമൊക്കെ അവിടെ നിൽക്കുമ്പോഴും കോൺഗ്രസിന്റെ അല്ലെങ്കിൽ KSUവിന്റെ പ്രവർത്തകരടക്കം രാഹുലിനൊപ്പം ഇപ്പോഴും ഉണ്ട് എന്നൊരു പ്രതീതി ഉണ്ടോ? തീർച്ചയായും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് ഇന്ന് രാഹുൽ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രക്ഷോഭ് നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ രാഹുലിനൊപ്പം ഉണ്ടാകുന്ന കണ്ട ഒരാളാണ്. ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ്. സ്വാഭാവികമായും രാഹുലുമായി ചേർന്ന് നിൽക്കുന്ന പാർട്ടി പ്രവർത്തകർ അത് ഇവിടെയുണ്ട്. നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ്. അത് ഒളിച്ചു വയ്ക്കുന്ന ഒരു കാര്യമല്ല. നേരത്തെ തന്നെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അവർ സമ്മതിച്ചതാണ്. അവർ രാഹുലിനെ പോയി കണ്ടു എന്നുള്ള കാര്യം തന്നെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അടക്കം അദ്ദേഹം തന്നെ അടക്കം പറഞ്ഞതാണ്. അവിടുത്തെ അവരുടെ പ്രവർത്തകരടക്കം ഹരിദാസ് മച്ചിങ്ങിലടക്കം പറഞ്ഞൊരു കാര്യമാണ്. തങ്ങൾ പോയി കണ്ടു, രാഹുലിനോട് സംസാരിച്ചു, രാഹുൽ അധികം വൈകാതെ ഇവിടേക്ക് വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞതാണ്. അതൊരു പരസ്യമായ രഹസ്യമാണെന്ന് തന്നെ പറയാം. കാരണം അത്തരത്തിലുള്ളൊരു പിന്തുണ രാഹുലിന് ഉണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ആ രീതിയിൽ തന്നെ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിനോടും KSUവിനോടും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഇവിടെയും രാഹുലിനൊപ്പം ഉള്ളത്. പക്ഷേ സ്വാഭാവികമായും ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ നിലവിൽ ഭാഗമല്ലാത്ത ഒരാളെ ഏത് രീതിയിൽ ഇനി ഇവർക്ക് സംരക്ഷിക്കാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. DCC പ്രസിഡന്റ് അടക്കം അതിലൊന്നും ഒരു വ്യക്തത ഇതുവരെയും വരുത്തിയിരുന്നില്ല. ഇനി അതെന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ഏതായാലും നിലവിൽ ഇപ്പോൾ രാഹുൽ എത്തിയിട്ടുണ്ട്. നിലവിൽ ഈ സ്വകാര്യ സന്ദർശനങ്ങളിൽ പ്രതിഷേധം ഉണ്ടാകില്ല എന്നുള്ളതാണ് BJPയും അതോടൊപ്പം തന്നെ CPM-ഉം DYFI-യും ഒക്കെ അറിയിക്കുന്നത്. അല്ലാത്ത പരിപാടികളിൽ പ്രതിഷേധം ഉണ്ടാകും. അതേസമയം തന്നെ ഇന്ന് രാഹുൽ വന്ന ഒരു സ്ഥിതിക്ക് രാഹുലിന്റെ MLA ഓഫീസിലേക്കും വലിയൊരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ BJP പ്രതിഷേധം നടത്താനുള്ള സാധ്യതയുണ്ട്. രാഹുലിന്റെ ഒരു യാത്ര കണക്കിലെടുത്ത് ഓഫീസിലേക്ക് എത്താനും മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത ഇല്ല എന്നാണോ? ഏതായാലും അദ്ദേഹം പറഞ്ഞിരുന്നത് 10:30 ഓഫീസിലെത്തുമെന്നാണ്. ഇനി അതിന് സാധ്യതയില്ല. അദ്ദേഹം പോകുന്നത് ഒലവക്കോട് നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് മുട്ടിക്കുളങ്ങര ഭാഗത്തേക്കാണ്. അവിടെ നിന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിന് നമുക്കറിയാവുന്ന ഒരു പരിപാടി ഉള്ളത് മണ്ണാർക്കാട്ടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള വീട്ടിലേക്ക് ആയിരിക്കും എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് മരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഒരു നമുക്ക് കാണാനായിരിക്കാം ഒരുപക്ഷെ രാഹുൽ പോകുന്നത് എന്നാണ് നമുക്ക് കണക്കാക്കേണ്ടത്. കാരണം ആ ഭാഗത്തേക്കാണ്, ഒലവക്കോട് ഭാഗത്തേക്കാണ് വാഹനം തിരിഞ്ഞത്. രാഹുലിന്റെ ഓഫീസിന്റെ ഭാഗത്തേക്കല്ല, മറ്റ് സ്ഥലങ്ങളിലേക്കൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുൽ അങ്ങോട്ടേക്ക്, അതായത് ഈ മണ്ണാർക്കാട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം അങ്ങോട്ട് തന്നെയാണ് തുടരാനാണോ തീരുമാനം? എന്താണ് സൂചനകൾ? അതോ ഇന്നത്തെ ഒരു സന്ദർശനത്തിന് ശേഷം തിരിച്ച് പോരുമോ?
ഇന്നത്തെ ഒരു കാര്യമാണ് നമുക്ക് രാഹുലിന്റെ ഒപ്പം നിൽക്കുന്നവരിൽ നിന്ന് സൂചന ലഭിച്ചത്. ഇന്നത്തെ ഒരു കാര്യം അനുസരിച്ച് രാഹുൽ എന്ന് മണ്ഡലത്തിൽ ഉണ്ടാകും. ഓഫീസ് അവർ ആദ്യം പറഞ്ഞത് ചില മരണ വീടുകൾ സന്ദർശിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ സന്ദർശിക്കും, അതിനുശേഷം ഓഫീസിൽ ഉണ്ടാകും എന്നുള്ളതാണ്. സ്വാഭാവികമായി മറ്റു പൊതുപരിപാടികളൊന്നും തന്നെ ഇന്ന് ചാർട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇന്ന് പ്ലാൻ ചെയ്തിട്ടില്ല. വരുന്ന ദിവസങ്ങളിൽ രാഹുൽ അടുത്ത ദിവസങ്ങളിലും ഇവിടെ തന്നെ ഉണ്ടാകും, മണ്ഡലത്തിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് അനൗദ്യോഗികമായി ചില രാഹുലുമായി അടുത്ത് നിൽക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെയും മറ്റന്നാളും ഒക്കെ തന്നെ, അല്ലെങ്കിൽ നാളെയൊക്കെ തന്നെ രാഹുൽ ഇവിടെ നിൽക്കാനാണ് സാധ്യത. അതല്ല, ഇനി രാഹുൽ ഇത് സംബന്ധിച്ച് കാര്യങ്ങളിലൊന്നും തന്നെ വ്യക്തത വരുത്തിയിട്ടില്ല. ഇന്ന് പോകുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ രാഹുൽ ഒരുപക്ഷെ ഇന്ന് ഇത്തരത്തിലുള്ള ഈ സന്ദർശനങ്ങൾ കഴിഞ്ഞ് തിരിച്ചു പോകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം ഇന്ന് അടുത്ത ദിവസങ്ങളിൽ കൂടി ഇവിടെ ഉണ്ടാകും, പാലക്കാട് ഉണ്ടാകും, ഇവിടെ കേന്ദ്രീകരിച്ച് തന്നെ നിൽക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനിടയിൽ ഏതെല്ലാം രീതിയിലുള്ള പ്രതിഷേധങ്ങൾ രാഹുലിന് നേരിടേണ്ടി വരും എന്നുള്ളത് നമുക്കറിയില്ല. സ്വാഭാവികമായും വലിയ പ്രതിഷേധങ്ങൾ BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ രാഹുലിനെ തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധം വേണ്ട എന്നാണ് CPMന്റെയും DYFIയുടെയും ഒക്കെ തീരുമാനം. അത് തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം ഇല്ല എന്നുള്ളതാണ്. പക്ഷേ രാഹുലിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും, അത് ചില മാർച്ചുകൾ ഉണ്ടാകും. സ്വാഭാവികമായും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. MLA ഓഫീസിലേക്കോ മറ്റോ ഒക്കെ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും അത് നമ്മൾ ഇനി മുൻകൂട്ടി കാണണം. കഴിഞ്ഞ ദിവസം രാഹുൽ വരുമെന്ന ഒരു അഭ്യൂഹം പരന്നപ്പോൾ തന്നെ BJPയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. വലിയ പ്രതിഷേധമാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. BJP ഓഫീസിന്റെ മുന്നിലേക്ക് പ്രവർത്തകർ എത്തുകയും അവിടെ വിവിധ പോസ്റ്ററുകൾ പതിപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തതാണ്. ഇപ്പോൾ ആ തരത്തിലുള്ള പ്രതിഷേധം രാഹുൽ വരുമെന്ന് പറയുമ്പോൾ തന്നെ അത്തരത്തിൽ പ്രതിഷേധമുണ്ടെങ്കിൽ സ്വാഭാവികമായും വന്നു കഴിഞ്ഞാൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷേ വളരെ പെട്ടെന്നാണ് ഒരു സർപ്രൈസ് എൻട്രി. രാഹുൽ വരും, ഇന്ന് വരും, നാളെ വരും എന്നുള്ള പല പ്രചരണങ്ങളും നടന്നിരുന്നെങ്കിലും ഇന്ന് രാവിലെ